ഹൈപ്പോതൈറോയിഡിസം, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉള്ളവരിൽ മൈഗ്രെയിൻ കോമൺ ആയി കാണാം. അതുപോലെ ചില ആളുകൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകും, പക്ഷേ തൈറോയിഡ് രോഗങ്ങൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം തലവേദന കൂടുതലായി വരുന്നുണ്ടാവും. തൈറോയിഡ് ഹോർമോൺസ് കുറയുമ്പോൾ പെയിൻ സെൻസിറ്റിവിറ്റി കൂടും. സോ ചെറിയ വേദന പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തലവേദന കൂടുതലായി ഫീൽ ചെയ്യാം. ഈ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയും വർദ്ധിക്കും. മാത്രമല്ല തൈറോയിഡ് രോഗങ്ങൾ ഉള്ളവർക്ക് ഉറക്കത്തിലെ ബുദ്ധിമുട്ട്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഇപ്പോ കോൺസ്റ്റിപ്പേഷൻ, അമിതവണ്ണം, ടെമ്പറേച്ചർ വേരിയേഷൻ, അവർക്ക് തണുപ്പ് അധികം സഹിക്കാൻ പറ്റില്ല, ഹോർമോൺ ലെവലിൽ വേരിയേഷൻസ് വരും, മെറ്റബോളിക് ചേഞ്ചസ്, അവർ കഴിക്കുന്ന മെഡിസിൻസിന്റെ എഫക്റ്റ്, അങ്ങനെ പലതും മൈഗ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ശരിയായ ഒരു കേസ് ടേക്കിങ്ങിലൂടെ മാത്രമാണ് ഇത്തരം സിംറ്റംസ് മനസ്സിലാക്കാനും പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി തൈറോയിഡ് ഡിസീസ് പോലെയുള്ള കണ്ടീഷൻസ് കണ്ടെത്താനും സാധിക്കും. പെയിൻ എന്ന ഒരു ഫാക്ടർ മാത്രം ഫോക്കസ് ചെയ്യാതെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇങ്ങനെയുള്ള രോഗങ്ങളും പരിഹരിക്കേണ്ടത് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമാണ് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടുക.